ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. വിശുദ്ധ ഡോൺ ബോസ്കോ യുവജനങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അനേകം യുവാക്കളെ അദ്ദേഹം തൻ്റെ ഉപദേശത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നേർവഴിക്ക് നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ ഡോൺ ബോസ്കോയെ സമീപിച്ച് പറഞ്ഞു, അച്ഛൻ ധാരാളം ചെറുപ്പക്കാരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അങ്ങ് എൻ്റെ മകനെയും ഒന്ന് മാനസാന്തരപ്പെടുത്തണം. എൻ്റെ മകൻ വീട് വിട്ടു പോയിട്ട് അനേക വർഷങ്ങളായി, ഇതുവരെ അവൻ തിരികെ വന്നിട്ടില്ല. ഞാൻ അവൻ പോയ അന്നു മുതൽ അവൻ തിരികെ വരാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പ്രാർത്ഥനയിലുള്ള എൻ്റെ വിശ്വാസം തന്നെ നശിച്ചിരിക്കുന്നു. ദൈവം പ്രാർത്ഥന സ്വീകരിക്കുന്ന രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഡോൺ ബോസ്കോ ചോദിച്ചു. എനിക്കറിയാവുന്ന രീതിയിലല്ല ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി എല്ലാവരോടും ക്ഷമിക്കണമെന്നത് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടോ? ജീവിച്ചിരിക്കുന്ന ആരോടും എനിക്ക് വെറുപ്പില്ല. മരിച്ചവരിൽ ആരോടെങ്കിലും ഉണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എൻ്റെ ഒരു അയൽവാസിയോട് എനിക്കിപ്പോഴും വെറുപ്പ് തോന്നുന്നു. അവളെന്നെ പല വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അവളോട് ക്ഷമിക്കാൻ സാധിക്കില്ല, കാരണം അവളെന്നെ വളരെയധികം വേദനിപ്പിച്ചവളാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയതിൻ്റെ കാരണം ഇതുതന്നെയാണ്. അതിനാൽ ആ അയൽവാസിയോട് ക്ഷമിക്കാൻ ശക്തി കിട്ടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടനടി ആ സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അവളെന്നെ വളരെയധികം ഉപദ്രവിച്ചവളാണ്, അതിനാൽ അവളോട് ഞാൻ ക്ഷമിക്കുകയില്ല. നാം നിരവധി കാര്യങ്ങൾക്കായി ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ നമ്മുടെ പ്രാർത്ഥന പലതും സഫലമാകാറില്ല. അതിന് കാരണം ശരിയായി പ്രാർത്ഥിക്കാത്തതാണ്. ദൈവഹിതത്തിന് യോജിച്ച വിധം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥന ഫലദായകമായി തീരാൻ ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നതായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഒന്നാമതായി, പ്രാർത്ഥനയിൽ നമുക്ക് ശരിയായ വിശ്വാസം വേണം. നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുകയും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11:24 നാം വായിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവനെ അത് കിട്ടൂ. ശരിയായ വിശ്വാസമില്ലാത്തവന് ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ആകയാൽ വിശ്വാസ കണ്ണുകളോടെ നാം ദൈവസന്നിധിയിലേക്ക് അണയണം. രണ്ടാമതായി, നമ്മുടെ പ്രാർത്ഥന അന്യരെ കാണിക്കാൻ വേണ്ടിയാകരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ പ്രവേശിച്ച് വാതിലടച്ച് നിന്റെ അദൃശ്യനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനോ നാം പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയോ ആകരുത്. നമ്മുടെ ആവശ്യങ്ങൾ എളിമയോടെ ദൈവത്തെ അറിയിക്കണം. മൂന്നാമതായി, പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ശത്രുക്കളോട് ക്ഷമിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുവീൻ എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. പരസ്പരം പകയും വൈരാഗ്യവും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന പിതാവായ ദൈവവുമായി നാം നടത്തുന്ന സ്നേഹപൂർവമായ സംഭാഷണമാണ്. ദൈവമക്കളായ നാം അനുരഞ്ജനത്തിൽ എത്തിയിട്ട് പ്രാർത്ഥിച്ചാലേ അത് ഫലദായകമായി തീരുകയുള്ളൂ. നാലാമതായി, നാം എളിമയോടെ പ്രാർത്ഥിക്കണം. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയിൽ എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. പരീശൻ തന്നെ പുകഴ്ത്തി പ്രാർത്ഥിച്ചു, എന്നാൽ ചുങ്കക്കാരൻ തൻ്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവം ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അഞ്ചാമതായി, നാം നിരന്തരം പ്രാർത്ഥിക്കണം. തൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയ്ക്കായി പിതാവിന് സമർപ്പിച്ച ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് നമുക്ക് മാതൃകയാണ്. അവിടുന്ന് ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ ക്രിസ്തു പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കർത്താവ് മലയിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഒരുക്കമായി അവിടുന്ന് 3 മണിക്കൂറോളം ഗത്സമന തോട്ടത്തിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തളരാത്ത ഈ പ്രാർത്ഥനാ മനോഭാവം മാതൃക നാം ആക്കണം. നാമൊക്കെ അല്പനേരം പ്രാർത്ഥിച്ചിട്ട് അത് ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും പരാതിപ്പെടുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യവസ്ഥകൾ നാം പാലിക്കാൻ എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ പ്രാർത്ഥന അപ്പോൾ ദൈവം കേൾക്കും. ദൈവം അനുഗ്രഹങ്ങളുടെ പൂമഴ നമ്മുടെ മേൽ ചൊരിയും. പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നൽകിയിരിക്കുന്ന വലിയ അവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമയഭേദം എന്നെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, നിരന്തരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നതിൽ നിലയ്ക്കുന്നതിൽ അത്യന്തപരമായി ഞങ്ങളെ വഴി നടത്തുന്നൊരു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.